2005 ജൂൺ 5-നാണ് കൊച്ചി നഗരത്തിൽ നിന്ന് വിളിപ്പാടകലെ കിടക്കുന്ന വൈപ്പിൻ ദ്വീപ് സമൂഹങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഗോശ്രീ പാലം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എ.കെ. ആന്റണി നാടിന് സമർപ്പിച്ചത്. ഒക്ടോബറിൽ പാലത്തിലൂടെ കെ.എസ്.ആർ.ടി.സി സർവീസും ആരംഭിച്ചു. പാലത്തിലൂടെ സ്വകാര്യ ബസ്സുകൾക്കും നഗരത്തിലേക്ക് പ്രവേശനം അനുവദിക്കുമെന്ന് അന്ന് വാഗ്ദാനം നൽകിയെങ്കിലും 20 വർഷങ്ങൾ പിന്നിടുമ്പോഴും വാഗ്ദാനം പാലിക്കാൻ അധികൃതർക്ക് ആയിട്ടില്ല. വൈപ്പിനിലൂടെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളെയും കൊച്ചി നഗരത്തിലേക്ക് എത്തിക്കണമെന്ന് ആദ്യം ആവശ്യമുന്നയിച്ചത് 14 വർഷം പാലത്തിനായി പടപൊരുതി വിജയത്തിലെത്തിച്ച വൈപ്പിൻ പാലം ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാൻ മജ്നു കോമത്തായിരുന്നു. അന്നുമുതൽ ദ്വീപ് നിവാസികളും വിവിധ സംഘടനകളും ഉയർത്തുന്ന മുറവിളി 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും തുടരുകയാണ്. പ്രതിഷേധങ്ങൾക്കും സമരത്തിനുമൊടുവിൽ ഗോശ്രീ ബസ്സുകൾക്ക് ഹൈക്കോടതി ജംഗ്ഷൻ വരെ സർവീസ് നടത്താൻ അധികൃതർ അനുവാദം നൽകി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തേണ്ടവർ ഹൈക്കോടതി ജംഗ്ഷനിൽ ഇറങ്ങി നഗരത്തിലേക്കുള്ള ബസ്സുകളിൽ യാത്ര തുടരണം. ധനനഷ്ടവും സമയനഷ്ടവും നേരിടുന്ന ദ്വീപ് നിവാസികളുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ. ബസ്സുകളുടെ നഗരപ്രവേശം സാധ്യമാകുമെന്ന പലതവണ പ്രഖ്യാപനങ്ങൾ വന്നെങ്കിലും നടപ്പായിട്ടില്ല. ഒടുവിൽ നഗരപ്രവേശം നടപ്പാക്കുമെന്ന് മന്ത്രി ആന്റണി രാജു നടത്തിയ പ്രഖ്യാപനങ്ങളെ തുടർന്ന് 2023 നവംബർ 15-ന് അന്തിമ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നിരവധി തവണ ഇതിനായി ശ്രമങ്ങൾ നടത്തി. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂല നടപടി ഇനിയും വൈകുകയാണ്.